നമസ്കാരം. ഗുരുവായൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചിലർ കേരളത്തിൽ വിവാദമാക്കിയിരുന്നു. അതായത് ഗുരുവായൂർ മണ്ഡലത്തിൽ കാലാകാലങ്ങളായി വരുന്ന ജനപ്രതിനിധികൾ ഗുരുവായൂർ എന്ന ക്ഷേത്രത്തെ, മഹാക്ഷേത്രത്തെ അവഗണിക്കുകയാണ്. മണ്ഡലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. ശബരിമല കൊള്ള പോലെ തന്നെ ഗുരുവായൂരിലും വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും ഈ പ്രതിനിധികൾ ഇടപെടുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂർ ഭക്തരുമെല്ലാം വർഷങ്ങളായി അവഗണിക്കപ്പെടുകയാണ്. ആ അവഗണന മാറണമെങ്കിൽ അവിടെ ഒരു ഹിന്ദു MLA ഉണ്ടാകണം എന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതിനെതിരെ അതൊരു വർഗീയ പരാമർശമാണെന്നും അതൊരു ഹെയ്റ്റ് സ്പീച്ചാണെന്നുമൊക്കെ വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങളടക്കം കേരളത്തിൽ ശ്രമിച്ചിരുന്നു. അദ്ദേഹം വർഗീയ പരാമർശം നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടപടിയെടുക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിക്കില്ലെന്നും തള്ളുമെന്നും അയോഗ്യനാക്കുമെന്നുമൊക്കെയുള്ള വലിയ വിലയിരുത്തലുകൾ ഇവിടെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം അവിടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പോലെ തന്നെ പത്രിക സമർപ്പിച്ചു. ആ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തി പത്രിക സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ എതിരാളികൾ അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ചട്ടവിരുദ്ധമോ നിയമവിരുദ്ധമോ ഒന്നുമല്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തെളിയുകയും ചെയ്തു. എന്തായാലും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവന വിവാദമാക്കിയവർ മതേതര കേരളം എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്ത് എല്ലാം വെടിപ്പായിട്ടാണ് നടക്കുന്നത്. ആരും ഇവിടെ മതവും ജാതിയും പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. വളരെ കൃത്യമായി തന്നെ എല്ലാവരും ജാതിയും മതവുമൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ വാട്സാപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു ശബ്ദ സന്ദേശം. നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. നമ്മുടെ ഇപ്പോ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മുടെ സമുദായം, അതായത് CSI SIUC നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 4 പേര് മത്സരിക്കുന്നുണ്ട്. ഒന്ന് അരുവിക്കരയിൽ സ്റ്റീഫൻ, ഓക്കെ, അദ്ദേഹം CSI സഭാംഗമാണ്, നാടാർ SIUC ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിൽ മത്സരിക്കുന്ന MR ബൈജു, അദ്ദേഹവും CSI സഭാംഗമാണ്, SIUC ആണ്, SIUC നാടാരാണ്. അതുപോലെ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നത് K ആൻസലനും N ശക്തനും, രണ്ടുപേരും നാടാർ SIUC CSI ആണ്. അതുപോലെ തന്നെയാണ് കോവള മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഭഗത് റൂഫസ്, അദ്ദേഹവും CSI SIUC നാടാറാണ്. ഇപ്പൊ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ 4 മണ്ഡലത്തിൽ കിട്ടിയത്. ഇപ്പൊ നമ്മൾ പാർട്ടി നോക്കാതെ നമ്മൾ CSI എന്ന് പറയുന്ന സമുദായം, നാടാർ SIUC CS സമുദായക്കാർ ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 പേരെ നമുക്ക് ഈ പാർലമെന്റിൽ എത്തിക്കാൻ പറ്റും. ഇങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ശക്തി തെളിയിക്കാൻ പറ്റും. 4 മണ്ഡലങ്ങളിൽ നമ്മളെ കണക്കെടുത്താൽ തന്നെ CSI SIUC നാടാർ 10 ലക്ഷം പേരിന് മേളിലായി ഈ ജില്ലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോൾ അരുവിക്കര മണ്ഡലത്തിലായാലും ശരി തന്നെ, കാട്ടാക്കടയാണെങ്കിലും നെയ്യാറ്റിങ്കരയാണെങ്കിലും കോവളത്തിലാണെങ്കിലും നമ്മൾ ഇതിൽ ഒരു കാരണവശാലും പാർട്ടി നോക്കാതെ നമ്മുടെ ആൾക്കാർ എവിടെ നിൽപ്പുണ്ടോ അവരെ നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് പാറശാല മണ്ഡലം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, വാമനാപുരം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ അവസരങ്ങൾ നമുക്കിപ്പോ വരുന്നുണ്ട്. അപ്പൊ നമ്മളത് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. അത് വരും തലമുറയ്ക്കും വരും ദിവസങ്ങളിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട പലർക്കും ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കോവള മണ്ഡലത്തിൽ മത്സരിക്കുന്ന M വിൻസെന്റ്, അദ്ദേഹം ലറ്റിൻ കത്തോലിക്ക മുക്കുവ സമുദായ അംഗമാണ്. അദ്ദേഹം വോട്ട് പിടിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയും അമ്മ നാടാർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയും അച്ഛൻ നാടാർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നാടാരല്ല, അവര് മുക്കുവരാണ്. അത് മറന്നുപോലെ ഈ പേരും പറഞ്ഞ് നാടാർ എന്ന് പറഞ്ഞ വികാരം കൊണ്ട് ഒരു കാരണവശാലും വിൻസെന്റിന് വോട്ട് ചെയ്യരുത്. അതുപോലെ തന്നെയാണ് അവർ അടുത്ത് ഒരു ട്രോള് ചെയ്ത് വിട്ടിട്ടുള്ളത് ഭഗത് റൂഫസ്, അദ്ദേഹം മുക്കുവ സമുദായത്തിന്റെ അംഗമാണെന്ന് പറഞ്ഞടിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, M വിൻസെന്റ് നാടാരല്ലേ? M വിൻസെന്റ് നാടാർ സമുദായ അംഗമല്ല, അദ്ദേഹത്തിന്റെ അച്ഛനും നാടാരല്ല, അമ്മയും നാടാരല്ല, അദ്ദേഹത്തിന് നാടാർ സമുദായമായിട്ട് ഒരു ബന്ധവുമില്ല. നാടാർ സമുദായത്തെ വളരെയധികം പുച്ഛമാണ്. കോവളം MLA ആയിട്ട് മത്സരിക്കുന്ന ഭഗത് റൂഫസ് നാടാരാണ്, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നാടാരാണ്. അമ്മയെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിമൂട് VNS ജിംനാഷ്യം ഇട്ടിട്ടുള്ള ഷിബു സാറിന്റെ ചേച്ചിയാണ് പുള്ളിയുടെ അമ്മ. പുള്ളിയുടെ ഈ ഭഗത് റൂഫസിന്റെ അപ്പനാണ് റൂഫസ് ഡാനിയൽ, ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ 4 മണ്ഡലങ്ങളിലും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ ഒത്തൊരുമയോടെ നിന്ന് നമ്മൾ ഒരുമിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയും നമുക്ക് ഇത്തവണ നിയമസഭയിൽ ഈ 4 പേര് എത്തിച്ചു കഴിഞ്ഞാൽ വരും അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് PSC മെമ്പറിന്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. പാർലമെന്റിൽ നമുക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള അവസരം വരും. അപ്പൊ ഇതൊരു, അതായത്
ഇപ്പോൾ നമുക്ക് ബിഷപ്പില്ലായിരുന്നു, നമുക്കിപ്പോൾ ഒരു ബിഷപ്പിനെ കിട്ടിയിട്ടുണ്ട്. പണ്ട് യേശുദാസൻ തിരുമേനി ഇരുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ പറയുന്ന ആളിനെ നമുക്കിവിടെ കിട്ടുമായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട്. അതേപോലെ ഒരു അവസരം വീണ്ടും ദൈവമായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അത് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒരു കാരണവശാലും പാർട്ടി നോക്കി നിങ്ങൾ വോട്ട് ചെയ്യരുത്. അരുവിക്കരയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിലേഷനോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവിടെ ജി സ്റ്റീഫൻ വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുക. എന്ത് വില കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക. കേരളത്തിൽ ആര് ഭരിക്കും അതൊന്നും നിങ്ങൾ നോക്കരുത്. തിരിച്ച് കാട്ടാക്കട MR ബൈജുവിന് എന്ത് വില കൊടുത്ത് വിജയിപ്പിക്കുക. നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോഴും ആൻസലം ജയിച്ചാലും ശക്തൻ ജയിച്ചാലും നമ്മുടെ ആള് തന്നെയാണ്, അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അതുപോലെ കോവള മണ്ഡലത്തിൽ എന്തൊക്കെ രീതിയിലുള്ള നമുക്കുള്ള ബന്ധുവിലുണ്ട് അത് ഉപയോഗിച്ച് എന്ത് വില കൊടുത്തും ഫഹദ് റൂഫസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വളരെ വിശദമായി തന്നെ ഇതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. CSI സഭ, അതുപോലെ തന്നെ നാടാർ വിഭാഗം, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ CSI സഭയ്ക്കുള്ളിലുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആ സഭയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിൽ എത്ര പേരുണ്ട്, അവരെയൊക്കെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. അരുവിക്കരയിൽ സ്റ്റീഫൻ മത്സരിക്കുന്നു, കാട്ടാക്കടയിൽ ബൈജു മത്സരിക്കുന്നു, അതോടൊപ്പം തന്നെ വിൻസെൻ്റ് കോവളത്തിൽ മത്സരിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ ആര് ജയിച്ചാലും LDFും UDFും നാടാർ സ്ഥാനാർത്ഥികളാണ് എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കുന്ന ഈ ഒരു വീഡിയോ സന്ദേശം അത് ഈ പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലെല്ലാം വലിയ രീതിയിൽ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. CSI സഭയോ അതുപോലെ തന്നെ ഈ UDFോ അല്ലെങ്കിൽ LDFോ ഒന്നും അറിയാതെ ഇതിങ്ങനെ വ്യാപകമായി ആരോ ഉണ്ടാക്കിയതാകാം, അവർക്കെതിരെ ഉണ്ടാക്കിയ ഒരു ഓഡിയോ സന്ദേശമാകാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നു കഴിഞ്ഞിരിക്കുന്നു. കന്യാകുമാരി ജില്ലയിൽ, അതായത് തമിഴ്നാട്ടിൽ ഇന്നലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ തന്നെ CSIയുടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറി TT പ്രവീൺ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു. അദ്ദേഹം കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഒരു CSIയുടെ ദക്ഷിണ മഹാ കേരള ഇടവക സെക്രട്ടറി A ചാൾസിന് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി നേരിട്ട് മത്സരിക്കുന്നത്. അവിടെ CSI സഭയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാവുകയാണ്. കോൺഗ്രസിൻ്റെ ഈ ലക്ഷ്യം, ഈ നീക്കത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിലാണ്. നമുക്കറിയാം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, കാട്ടാക്കട, അരുവിക്കര ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലെല്ലാം നാടാർ വിഭാഗത്തിന് വളരെ കൃത്യമായ മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ജാതി മാത്രം നോക്കി രാഷ്ട്രീയ പാർട്ടി ആരാണ്, എന്താണ് സ്ഥാനാർത്ഥി, എന്താണ് അവിടുത്തെ മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മറന്ന് ജാതി മാത്രം നോക്കി വോട്ട് ചെയ്യാനുള്ള ഒരാഹ്വാനമാണ് ഇവിടെ നൽകപ്പെടുന്നത്. ആഹ്വാനം മാത്രമല്ല, കോൺഗ്രസ് അവിടെ CSIയുടെ ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറിക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് ഈ സമുദായത്തെയും അതുപോലെ തന്നെ CSI സഭയെയും ഒക്കെ അടുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ മാത്രം, വസ്തുതകൾ പറയുമ്പോൾ മാത്രം അതൊരു വലിയ വിവാദമാവുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു സാധാരണ വിഷയമായി കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്. എന്തൊക്കെയായാലും ഇപ്പോൾ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെയൊന്നുമല്ല. ജാതിയും മതവും ഒക്കെ ഇനിയും വിഷയമാക്കാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാടിൻ്റെ വികസനത്തിലേക്ക് ശ്രദ്ധയൂന്നുന്ന ഒരു വിഭാഗം വോട്ടർമാർ കേരളത്തിലും രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ആ വോട്ടർമാർ എങ്ങനെയാകും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ പറയുന്ന ഘടകങ്ങളെല്ലാം വർക്കൗട്ടാകുമോ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.